കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് തിരുവോണം സ്പെഷ്യലായിട്ടുള്ള ഒരു ഉഗ്രൻ അടപ്രഥമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് കടന്നാലോ. അടപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 500 ഗ്രാം അട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 500 ഗ്രാം എന്ന് പറയുമ്പോൾ നല്ലോണം പായസം ഉണ്ടാവും. അപ്പോൾ എനിക്ക് 1-2 സ്ഥലങ്ങളിലേക്ക് കൊടുത്തയക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പായസം ഇത്രയും അധികം ഉണ്ടാക്കണേ. അപ്പോൾ 500 ഗ്രാം അട, ഞാൻ അട റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. അതാണ് ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലിരിക്കണേ. ഇനി ഈ അടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1.25 കിലോ ശർക്കരയാണ് ഞാൻ ഉരുക്കാൻ വെച്ചിരിക്കണേ. 1 കപ്പ് വെള്ളത്തിൽ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ഉരുക്കി വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ശർക്കര നല്ല പോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി അട വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു 4 ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് അട ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അട ഇത് തിളച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് നേരം നമ്മളിതൊന്ന് മൂടി വയ്ക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ അട നെയ്യ് ചേർത്തിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 30 മിനിറ്റ് നേരം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ അട നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയത്ത്. ഇനി ഞാനൊരു ഉരുളി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര ഒന്ന് അരിച്ച് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ അട 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉരുളിയിൽ ശർക്കരപ്പാനി ഏകദേശം നെയ്യൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഊറ്റിയിട്ടുള്ള അടയുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഈ പാനിയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ അട ശർക്കരയിൽ കിടന്ന് നല്ല പോലെ കുറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല പോലെ ശർക്കര അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം. എന്നിട്ട് ശേഷം മാത്രമാണ് നമ്മളിതിലേക്ക് നാളികേരപ്പല ചേർക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അട ശർക്കരയിൽ കിടന്ന് നല്ല പോലെ വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 2 നുള്ളു ഉപ്പ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 4 വലിയ നാളികേരത്തിൻ്റെ 2-ാം പാല്, ഏകദേശം ഒരു 8 കപ്പോളം ഉണ്ടാവും. ഈ കപ്പ് 2-ാം പാലാണത്. 1.5 കപ്പ് 1-ാം പാലും കൂടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം നമ്മുടെ അട ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ല പോലെ വലിഞ്ഞ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നാളികേരത്തിൻ്റെ 2-ാം പാല് നേരത്തെ കാണിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് കൈവിടാതെ ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ പായസം നമ്മുടെ തേങ്ങാപ്പാലിൽ നല്ല പോലെ കുറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇനി ഒന്നും കൂടി കുറുതായി വരണം. അപ്പോൾ നമുക്കിതിലേക്ക് കട്ടിപ്പാലും പിന്നെ ഒരു സൂത്രം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ പായസത്തിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 400 ml മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം നല്ല പോലെ കുറുതായി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നേരമൊന്നും നമുക്കിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ ചുക്കുപൊടി കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ചുക്കുപൊടിയാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ്, പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1.5 കപ്പ് കട്ടിപ്പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിഞ്ഞ് തിളയ്ക്കണ്ട. നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.
അതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇതിലേക്ക് വറുത്തിടാം. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓണം സ്പെഷ്യൽ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ വറുത്തിടാനായിട്ട് നോക്കാം. ഇപ്പം നമ്മൾ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഏകദേശം ആകുമ്പോൾ നമുക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നാളികേരക്കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തിടാം കേട്ടോ. ഞാനിവിടെ നാളികേരം വറുത്തിടുന്നില്ല, പിള്ളേർക്കൊന്നും താല്പര്യമില്ല നാളികേരക്കൊത്ത് ഇടുന്നത്. ഓൾറെഡി അട തന്നെ കടിക്കണതല്ലേ, പിന്നെ നാളികേരക്കൊത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുക. അപ്പം ഞാൻ ഇതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പ് മാത്രം ഇടണുള്ളൂ. ഞാൻ 2 തരം കിസ്മിസ് ഇടുന്നുണ്ട്, ബ്ലാക്ക് സീഡ്ലെസ്സും യെല്ലോ കളറിലുള്ളത് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഏകദേശം റെഡിയായി വന്നപ്പോൾ കിസ്മിസ് ഇട്ട് കൊടുത്തു. ഞാൻ 2 തരം കിസ്മിസാണ് കൊടുത്തേക്കണേ. ഇതൊന്ന് ബോൾ പോലെ ആയി വരട്ടെ. നമ്മൾ വറുത്ത കിസ്മിസും അണ്ടിപ്പരിപ്പും പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നാളികേരക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ, ഞാൻ ഇവിടെ ചേർക്കണില്ല എന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓണത്തിന് അടിപൊളിയായിട്ടുള്ളൊരു പായസം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ഉഗ്രം വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. ഓക്കേ.